ഒരു ഗേളിന്റെ അടുത്ത് ക്രഷ് ഉള്ളവരാണോ നിങ്ങൾ? ആ ഗേളിനെ ഒന്ന് ഈസി ആയിട്ട് ഇംപ്രസ് ചെയ്താലോ, ഈസി ആയിട്ടൊന്ന് വളച്ചാലോ? ഇനി റിലേഷൻഷിപ്പിലുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗേൾ ഫ്രണ്ട്സിനെ കൂടുതൽ റൊമാൻറ്റിക് ആക്കിയാലോ? ഇതിനെല്ലാത്തിനും ഒറ്റൊരു കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഗേൾ ഫ്രണ്ട് ആണെങ്കിലും ക്രഷ് ആണെന്നുണ്ടെങ്കിലും അവർക്ക് വയർ നിറച്ച് ഫുഡ് മാത്രം വാങ്ങിച്ചു കൊടുത്താൽ മതി. ഇതിപ്പോ ഞാനായിട്ട് അടിച്ചിറക്കിയ കഥയൊന്നും അല്ല കേട്ടോ. അപ്പറ്റൈറ്റ് ജേർണലിൽ വന്ന ഒരു പഠനത്തിന്റെ ഫൈൻഡിംഗ് ആണിത്. യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിലെ ഡോക്ടർ ആലിസും അവരുടെ ടീമും നടത്തിയ ഒരു ബ്രെയിൻ സ്കാൻ സ്റ്റഡിയുടെ ഫൈൻഡിംഗ് ആണിത്. അവര് ഈ ടെസ്റ്റിന് വേണ്ടി 2 ഗ്രൂപ്പ് ഓഫ് ഗേൾസിന് എടുത്തു. അതിൽ ഒരു ഗ്രൂപ്പ് വയറ് നിറച്ച് ഫുഡ് കഴിച്ചു വന്ന ഗേൾസും അടുത്ത ഗ്രൂപ്പ് ഫുഡ് കഴിക്കാതെ വന്നവരായിരുന്നു. ഈ 2 ഗ്രൂപ്പ് ഓഫ് ഗേൾസിനും റൊമാൻറ്റിക് ആയിട്ടുള്ള കുറച്ച് പിക്ചേഴ്സ് കാണിച്ചു കൊടുത്തു. അതായത് കപ്പിൾസ് കൈകോർത്ത് നടന്നു പോകുന്നതും കിസ് ചെയ്യുന്നതും ഒക്കെ. എന്നിട്ട് 2 ഗ്രൂപ്പിലും ബ്രെയിൻ സ്കാൻ ടെസ്റ്റ് നടത്തി. ഈ ടെസ്റ്റ് നടത്തിയപ്പോൾ വയറ് നിറച്ച് ഫുഡ് കഴിച്ചു വന്നവരായിരുന്നു കൂടുതൽ റെസ്പോൺസ്. അങ്ങനെയാണ് അവർ ഈ ഫൈൻഡിങ്ങിലേക്ക് എത്തിയത്. അപ്പോ എന്തായാലും ഗേൾ ഫ്രണ്ട് സെറ്റ് ആവാത്തോണ്ട് സിംഗിളായിട്ടും ചുഗുമകളായിട്ടും നടക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ റീല് ഷെയർ ആക്കി കൊടുത്തിട്ട് അവരുടെ അടുത്ത് ട്രിക്ക് ഒന്ന് പരീക്ഷിക്കാൻ പറഞ്ഞേക്ക്. ഇനി കമ്മിറ്റഡ് ആയിട്ടുള്ള ഗേൾസ് ബോയ് ഫ്രണ്ട്സിന് ഈ വീഡിയോ അയച്ചു കൊടുത്തിട്ട് വയറ് നിറച്ച് നല്ല ഫുഡ് വാങ്ങി തരണം എന്ന് പറഞ്ഞേക്ക്.